നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റവും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞാടിന്റെ വിവാഹത്തെക്കുറിച്ച്. കുഞ്ഞാടിന്റെ വിവാഹത്തിൽ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സഭ നമുക്കറിയാം. ഒത്തിരിയേറെ അണിഞ്ഞൊരുങ്ങി, അതായത് വളരെ പരിശ്രമങ്ങളോടെ കർത്താവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച് കർത്താവിന് സാക്ഷ്യം നൽകി വളരെയേറെ ബുദ്ധിമുട്ടി അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. എന്താണ് അവിടെ തിരുവചനം പറയുന്നത്? വെളിപാട് പുസ്തകം 19-ാം അധ്യായം 7ഉം 8ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. ഇവിടെ കുഞ്ഞാടിന്റെ വിവാഹത്തിനായിട്ട് മണവാട്ടി അണിഞ്ഞു ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. അവൾ തന്റെ വിളക്കിൽ എണ്ണയൊക്കെ നിറച്ച് തന്റെ കഠിനമായ ആ ഒരു ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിലൂടെ അവൾ വിജയകരമായിട്ട് മുന്നേറി വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ആ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടിയിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം എന്താ? അവൾക്ക് വിവാഹ വസ്ത്രം നൽകപ്പെടുകയാണ്. മൃദുലമായ, വളരെ നേർത്ത, വളരെ ഭംഗിയുള്ള വിവാഹ വസ്ത്രം അവൾക്ക് നൽകപ്പെടുകയാ. എന്താണ് ആ വിവാഹ വസ്ത്രം? അത് വിശുദ്ധരുടെ സൽപ്രവർത്തികളാണെന്നാ പറയുന്നത്. മണവാട്ടിക്ക് ലഭിക്കുന്ന വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് അവൾ ചെയ്ത സൽപ്രവർത്തികളാണ്. അവളുടെ വിശുദ്ധമായ ജീവിതത്തോടൊപ്പം അവൾ ചെയ്തു കൂട്ടിയ സൽപ്രവർത്തികളാണ് അവൾക്ക് വിവാഹ വസ്ത്രമായി മാറുന്നത്. അങ്ങനെ വിവാഹ വസ്ത്രം ഇല്ലാതെ വിവാഹത്തിന് കടന്നു വന്നാൽ എന്താ സംഭവിക്കുക എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൾ ഉറപ്പായിട്ടും ആ ഒരു വിവാഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയാണ്.